നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. ഈ പുതുവർഷത്തിൽ അദാനി ഗ്രൂപ്പിൽ നിന്നും മറ്റൊരു ഓഹരി കൂടി മാർക്കറ്റിലേക്ക് എത്തിയിരിക്കുന്നു. അദാനി വിൽമർ എന്ന് പറയുന്ന കമ്പനിയാണ്. അതായത് അഹമ്മദാബാദ് ഗ്രൂപ്പായിട്ടുള്ള അദാനിയുടെയും സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള വിൽമർ ഗ്രൂപ്പും 50-50 അനുപാതത്തിൽ രൂപം കൊടുത്തിട്ടുള്ള ഒരു കമ്പനിയാണിത്. അഹമ്മദാബാദിൽ 1999 രൂപം കൊണ്ടിട്ടുള്ള ഒരു കിച്ചൺ കമ്മോഡിറ്റീസ് FMCG കമ്പനിയാണിത്. ആക്ച്വലി ഗോതമ്പ് പൊടി, എഡിബിൾ ഓയിൽ, ഷുഗർ, പൾസസ് അങ്ങനെയൊക്കെയുള്ള പ്രോഡക്ട്സ് ആണ് ഇവർക്കുള്ളത്. 4500 കോടി രൂപയായിരുന്നു വാസ്തവത്തിൽ ഈ കമ്പനി വിപണിയിൽ നിന്ന് സ്വരൂപിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് ആദ്യം. എന്നാൽ ഇപ്പോൾ 3600 കോടി രൂപ മാത്രമാണ് IPO വഴി ഇവർ റേസ് ചെയ്യുന്നത്. ഇതിൽ പൂർണ്ണമായിട്ടും ഫ്രഷ് ഇഷ്യൂ ആണെന്നുള്ളത് മറ്റൊരു എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ്. അദാനി ഗ്രൂപ്പിൽ നിന്ന് മാർക്കറ്റിലേക്ക് വരുന്ന 7ാമത്തെ കമ്പനിയാണ് അദാനി വിൽമർ എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് നമുക്കറിയാവുന്ന പോലെ അദാനി എൻ്റർപ്രൈസസ്, അദാനി ട്രാൻസ്മിഷൻ, പിന്നെ അദാനി ഗ്രീൻ എനർജി, അദാനി പവർ, ടോട്ടൽ ഗ്യാസ്, പിന്നെ അദാനി പോർട്സ്, ഇത്രയും ഓൾറെഡി ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളുണ്ട്. ഇപ്പോൾ ഇനി അദാനി വിൽമർ വരികയാണ്. ഇതിൻ്റെ ഇഷ്യൂ ഓപ്പൺ ആവുന്നത് 27-ാം തീയതിയാണ്. 27-ാം തീയതി മുതൽ ജനുവരി 31-ാം തീയതി വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ ഈ ഇഷ്യൂവിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അദാനി വിൽമർ ലിമിറ്റഡ് ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ് എന്നുള്ള കാറ്റഗറിയിൽ പെടുന്ന FMCG കാറ്റഗറിയിൽ പെടുന്ന ഫുഡ് കമ്പനിയാണിത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആ കാറ്റഗറിയിൽ പെടുന്ന കമ്പനികളിൽ ഒന്നാണ് ഈ അദാനി വിൽമർ എന്ന ഈ കമ്പനി. അവരുടെ പ്രോഡക്ട്സിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കിച്ചൺ കമ്മോഡിറ്റീസ് ആണ്. അതായത് എഡിബിൾ ഓയിൽ, വീറ്റ് ഫ്ലവർ, റൈസ്, പൾസസ്, ഷുഗർ, അതുകൂടാതെ ഒലിയോ കെമിക്കൽസ് അല്ലെങ്കിൽ ഫാറ്റിൽ നിന്നെടുക്കുന്ന കെമിക്കൽസ്, അത് പിന്നെ കാസ്റ്റർ ഓയിൽ, അതിൻ്റെ ഡെറിവേറ്റീവ്സ്, പിന്നെ നമ്മൾ നേരത്തെ പറയാറുള്ള പോലെ ഈ ഡീഓയിൽഡ് കേക്ക്സ്, പിണ്ണാക്ക് പോലെയുള്ള സാധനങ്ങൾ, ഇതെല്ലാം നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് അദാനി വിൽമർ. കമ്പനിയുടെ പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് 3 തരത്തിലാണ്. ഒന്ന് എഡിബിൾ ഓയിൽ, പിന്നെ രണ്ടാമതായിട്ട് പാക്കേജ്ഡ് ഫുഡ്സ്, FMCG പാക്കേജ്ഡ് ഫുഡ്സ്, പിന്നെ അതുകൂടാതെ ഇൻഡസ്ട്രി എസെൻഷ്യൽസ്. ഇതാണ് ഈ 3 തരത്തിലുള്ള കാറ്റഗറി പ്രോഡക്ട്സ്. ഇവരുടെ ലിസ്റ്റഡ് കമ്പനികളിൽ തന്നെ ഉള്ള പ്രധാന എതിരാളികൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാവുന്ന പ്രശസ്തമായിട്ടുള്ള കമ്പനികളാണ് രുചി സോയ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ബ്രിട്ടാനിയ, ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ്, ഡാബർ ഇന്ത്യ, മാരിക്കോ, നെസ്ലെ ഇന്ത്യ തുടങ്ങിയിട്ടുള്ള കമ്പനികളാണ് ലിസ്റ്റഡ് ആയിട്ടുള്ള ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ് ആവാൻ പോകുന്ന വിൽമർ ഇന്ത്യയുടെ. അദാനി വിൽമറിൻ്റെ ഏറ്റവും മികച്ച പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഫോർച്യൂൺ എന്ന് പറയുന്ന എഡിബിൾ ഓയിൽ ബ്രാൻഡാണ്. ഫോർച്യൂൺ എന്നുള്ള ബ്രാൻഡ് ഇന്ത്യയിൽ ഉടനീളം വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള ഒരു ബ്രാൻഡ് തന്നെയാണല്ലോ. എല്ലാ അടുക്കളകളിലും എല്ലാ ഹോട്ടലുകളുടെ കിച്ചണിലും എല്ലാം വളരെ സജീവമായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഫോർച്യൂൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോർച്യൂൺ കൂടാതെ ഇപ്പോൾ വളരെ വാല്യൂ അഡീഷൻ നടത്തിയിട്ടുള്ള കുറേ പ്രോഡക്ട്സുകൾ കൂടി കമ്പനി മാർക്കറ്റിലേക്ക് ഇറക്കിയിട്ടുണ്ട്. അതാണ് റൈസ് ബ്രാൻ ഹെൽത്ത് ഓയിൽ, ഫോർട്ടിഫൈഡ് ഫുഡ്സ്, റെഡി ടു കുക്ക് സോയാ ചങ്ക്, പിന്നെ കിച്ചടി തുടങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ്. അതുകൂടാതെ FMCG ഗ്രൂപ്പിൽ പെടുന്ന സോപ്പുകൾ, പിന്നെ ഹാൻഡ് വാഷ്, സാനിറ്റൈസേഴ്സ്, ഇതെല്ലാം ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ വളരെയധികം ചിലവേറിയിട്ടുള്ള പ്രോഡക്റ്റുകളാണല്ലോ. അതും കമ്പനി ഇപ്പോൾ മാർക്കറ്റിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പിന്നെ കമ്പനിയെക്കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, അദാനി വിൽമറിൻ്റെ റോ മെറ്റീരിയൽസിൻ്റെ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള അവരുടെ സപ്ലൈയെക്കുറിച്ച് വളരെ എടുത്തു പറയേണ്ടതാണ്. അവരുടെ റോ മെറ്റീരിയലുകളിൽ പ്രധാനപ്പെട്ടത് എഡിബിൾ ഓയിൽ തന്നെയാണ്. അപ്പോൾ 2020-2021 കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ റോ എഡിബിൾ ഓയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത കമ്പനിയാണ് അദാനി വിൽമർ. അദാനി വിൽമർ ലിമിറ്റഡിൻ്റെ പ്രധാന പ്രോഡക്റ്റ് ആയിട്ടുള്ള ഫോർച്യൂൺ എന്ന് പറയുന്ന എഡിബിൾ ഓയിലിൻ്റെ മാർക്കറ്റിലെ പ്രധാന കോമ്പറ്റീറ്റേഴ്സ്, വളരെ പ്രധാനപ്പെട്ട ബ്രാൻഡുകളെല്ലാം തന്നെ നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ളതാണ്. നേച്ചർ ഫ്രഷ് എന്ന് പറയുന്ന ബ്രാൻഡ്, ജെമിനി, സ്വീകാർ, അതുപോലെ തന്നെ മാരിക്കോയുടെ സഫോള, അതുപോലെ അഗ്രോടെക് ഫുഡ്സിൻ്റെ സൺഡ്രോപ്പ്, മദർ ഡയറിയുടെ ധാര എന്നൊക്കെ പറയുന്ന പ്രോഡക്റ്റുകളെല്ലാം തന്നെ ഈ ഫോർച്യൂണിൻ്റെ മാർക്കറ്റിലെ പ്രധാന എതിരാളികളാണെന്ന് പറയാൻ പറ്റും. അതുകൂടാതെ തന്നെ ഇമാമി ഗ്രൂപ്പിൻ്റെയും പതഞ്ജലി ഗ്രൂപ്പിൻ്റെയും എല്ലാം പ്രോഡക്റ്റുകളും ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സായിട്ട് വരുന്നുണ്ട്.
കമ്പനിയുടെ പ്ലാന്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ 10 സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ച് കിടക്കുകയാണ്. അതിലൊരു 10 ക്രഷിംഗ് യൂണിറ്റുകളും 18 റിഫൈനറികളുമാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും വലുതെന്ന് പറയുന്നത് ഗുജറാത്തിലെ മുണ്ട്ര എന്ന് പറയുന്ന സ്ഥലത്ത് 5000 മെട്രിക് ടൺ പെർ ഡേ ഉൽപാദനശേഷിയുള്ള പ്ലാന്റാണ്. അത് കൂടാതെ അവരുടെ ഈ പ്രധാനപ്പെട്ട ഒരു 22ഓളം പ്ലാന്റുകളാണ് കമ്പനിക്കുള്ളത്. അത് കൂടാതെ ലീസിനെടുത്തിട്ടുള്ള ഒരു 28 യൂണിറ്റുകൾ കൂടിയുണ്ട്. അതെല്ലാം കൂടി ചേരുമ്പോഴത്തേക്ക് ഒരു വലിയ മാനുഫാക്ചറിങ് ഫെസിലിറ്റിയാണ് കമ്പനിക്കുള്ളത്. 2021 കണക്ക് വെച്ചിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. അദാനി വിൽമറിന് ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും മികച്ച ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കാണുള്ളത്. 1.6 ദശലക്ഷം റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ കമ്പനിക്ക് ഉണ്ട്. കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് അദാനിയും വിൽമറും ആണെന്ന് നമുക്കറിയാം. 50-50 അനുപാതത്തിലാണ് അവരുടെ ഓണർഷിപ്പ്. അദാനി എൻ്റർപ്രൈസസ് ലിമിറ്റഡ്, അദാനി കമ്മോഡിറ്റീസ്, ഇവർ രണ്ടുപേര് കൂടാതെ ലാൻസ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയും കൂടി ചേരുമ്പോഴാണ് ഈ കമ്പനിയുടെ പ്രധാന പ്രൊമോട്ടേഴ്സ് ആവുന്നത്. കമ്പനിയുടെ CEO ആയിട്ടുള്ള അങ്ഷു മല്ലിക്കിൻ്റെ ചിത്രമാണ് താഴെ കാണുന്നത്. മറ്റേത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അദാനി. ഒരു ഇൻവെസ്റ്റർ എന്നുള്ള നിലയിൽ ഈ കമ്പനിയുടെ മികവ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ പ്രോഡക്ട്സിൻ്റെ വൈവിധ്യം തന്നെയാണ്. വിവിധ തരത്തിലുള്ള പ്രോഡക്റ്റുകളാണ്, FMCG പ്രോഡക്ട്സ് ആണ് കമ്പനിക്കുള്ളത്. അതുകൂടാതെ സ്ട്രോങ് ആയിട്ടുള്ള ബ്രാൻഡ് വാല്യൂ ആണ്. കമ്പനിയുടെ പ്രധാനപ്പെട്ട എല്ലാ ബ്രാൻഡുകളും മികച്ചതാണ് എന്നുള്ളതൊരു പ്രത്യേകതയാണ്. ഫോർച്യൂണൊക്കെ എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നെ ബ്രാൻഡഡ് എഡിബിൾ ഓയിലിൻ്റെ കാര്യത്തിൽ ലീഡറാണ് കമ്പനി എന്നുള്ളത് നമുക്ക് മറക്കാൻ പറ്റില്ല. പിന്നെ ഒലിയോ കെമിക്കൽസ് മാനുഫാക്ചർ എന്നുള്ള നിലയിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളിൽ ഒന്നാണ്. അതായത് ഫാറ്റിൽ നിന്ന്, വെജിറ്റബിൾ ഫാറ്റിൽ നിന്ന് എടുക്കുന്ന കെമിക്കൽസിൻ്റെ നിർമ്മാണ രംഗത്ത്, അതുപോലെ തന്നെ റോ മെറ്റീരിയൽസിൻ്റെ സോഴ്സിങ് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് ഇൻ്റർനാഷണൽ സപ്ലയേഴ്സിൽ നിന്ന്, ഗ്ലോബൽ സപ്ലയേഴ്സിൽ നിന്ന് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് റോ മെറ്റീരിയൽസ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ഇതെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ മാനുഫാക്ചറിങ് കാപ്പബിലിറ്റീസ്, അവരുടെ ഇത്രയധികം പ്ലാന്റുകൾ, അതിൻ്റെ കപ്പാസിറ്റി, ഇതെല്ലാം നമ്മൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഇന്ത്യയിൽ എല്ലായിടത്തും തന്നെ ഇവർക്ക് നെറ്റ്വർക്ക് ഉണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ തീർച്ചയായിട്ടും അദാനി ഗ്രൂപ്പിൻ്റേതായിട്ടുള്ള മാനേജ്മെൻറ്റ്, ആ മാനേജ്മെൻറ്റും അതിൻ്റെ എക്സ്പീരിയൻസും ഒരിക്കലും തള്ളിക്കളയാവുന്നതല്ല. അപ്പോൾ ഇതെല്ലാം കൂടി ഒത്തുചേർന്നിട്ടുള്ള അദാനി വിൽമർ എന്നുള്ള ഈ കമ്പനിയുടെ ഗുണങ്ങളിൽ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടത്. IPO വഴി ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് സ്വരൂപിക്കുന്നത് 3600 കോടി രൂപയാണ്. അതിൽ 1900 കോടി 1900 crores ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ടാണ് കമ്പനി ഉപയോഗിക്കുന്നത്. ഏറ്റവും വലിയ ഒരു കാര്യം ആണത്. അതായത് ഫ്രഷ് ഇഷ്യൂ മാത്രമേ കമ്പനി ഇറക്കുന്നുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. 1900 കോടി രൂപയും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് മുടക്കുമ്പോൾ 1100 കോടി രൂപ അവർ കടബാധ്യതകൾ എഴുതിത്തള്ളുന്നതിന് വേണ്ടിയിട്ട്, കടബാധ്യതകൾ കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കടബാധ്യതകൾ പൂർണ്ണമായിട്ടും നീക്കുകയാണ്. ഈ 1100 കോടിയുടെ കടബാധ്യതകളാണ് ഇപ്പോൾ ഉള്ളത്. അത് മുഴുവനായിട്ട് കൊടുത്തു തീർക്കുമ്പോൾ ഉണ്ടാകുന്ന എന്താണെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് കോസ്റ്റ് എന്നുള്ള ഒരു കാര്യത്തിൽ നിന്ന് കമ്പനി രക്ഷപ്പെടുകയാണ്. അതൊരു വലിയ നേട്ടം തന്നെയാണ്. ഇൻട്രസ്റ്റ് പലിശ നിരക്കിൽ നിന്ന് കമ്പനി രക്ഷപ്പെടുന്നു എന്നുള്ളതാണ്. പിന്നെ 500 കോടി രൂപയുടെ ഫണ്ട് അവർ സ്ട്രാറ്റജിക് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അതായത് അക്വിസിഷൻസിന് ഒക്കെ വേണ്ടിയിട്ടും കമ്പനിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെയാണ് ഉപയോഗിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ബാക്കിയുള്ള എമൗണ്ടാണ് അതർ കോർപ്പറേറ്റ് എക്സ്പെൻസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വളരെ മികച്ച രീതിയിൽ തന്നെയുള്ള ഒരു വിനിമയമായിരിക്കും ഈ ഫണ്ട് കമ്പനി ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി നമുക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽസ് ഒന്ന് നോക്കാം. 2019 മുതൽ 2021 വരെയുള്ള കണക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റവന്യൂ നോക്കൂ, 29,919.7 കോടി രൂപയാണ് 2019 കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത്. അത് 2020 ആയപ്പോഴേക്കും അത് വർദ്ധിച്ചിട്ടുണ്ട്. 29,767 എന്നുള്ള ലെവലിലേക്ക് അത് വർദ്ധിച്ചിരിക്കുന്നു. എന്നാൽ 2029 ആകുമ്പോഴത്തേക്ക് അതിൻ്റെ വർധനവിന് വളരെ നല്ലൊരു മാനം കൈവരുന്നുണ്ട്. 37,195.7 കോടിയിലേക്ക് അത് എത്തിയിരിക്കുന്നു റവന്യൂ. ഇത് എക്സ്പെൻസ് കോളമാണ്.
നെറ്റ് ഇൻകം നമുക്ക് നോക്കാം. നെറ്റ് ഇൻകത്തിൽ വന്നിരിക്കുന്ന വർധനവ് നോക്കും. 374.6 കോടി രൂപയാണ് 2019 കമ്പനിയുടെ ലാഭമെങ്കിൽ 2020 ആയപ്പോൾ 459.7 കോടിയായിട്ട് അത് വർദ്ധിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ 2021 കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 727.4 കോടിയായിട്ട് അത് വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് മാർജിൻ പെർസെൻറ്റേജ് 1.3 ആയിരുന്നു, അത് കഴിഞ്ഞ് 1.5 ആയി, ഇപ്പോൾ 2% ആണ് കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിൻ കാണുന്നത്. അപ്പോൾ കമ്പനിയുടെ ഫിനാൻഷ്യൽസ് നോക്കുകയാണെങ്കിൽ വളരെ മികച്ച് നിൽക്കുന്നതായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദാനി വിൽമറിൻ്റെ ഇഷ്യൂ രജിസ്ട്രാർ ലിങ്ക് ഇൻ ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഇതിൻ്റെ ലീഡ് മാനേജേഴ്സ് BNB പരിവാസ്, BOFA സെക്യൂരിറ്റീസ്, ക്രെഡിറ്റ് സ്വിസ് സെക്യൂരിറ്റീസ്, HDFC ബാങ്ക് ലിമിറ്റഡ്, ICICI സെക്യൂരിറ്റീസ്, JP മോർഗൻ ഇന്ത്യ, കോട്ടക് മഹീന്ദ്ര ക്യാപിറ്റൽ എന്നിങ്ങനെയാണ് ലീഡ് മാനേജേഴ്സ്. ഇനി മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് അദാനി എൻ്റർപ്രൈസസ്, അതായത് ഈ കമ്പനിയുടെ പ്രൊമോട്ടറായിട്ടുള്ള അദാനി എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഓഹരികൾ ഇക്കഴിഞ്ഞ ജനുവരി 19 നിങ്ങളുടെ DP അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ഹോൾഡേഴ്സ് കോട്ടയിൽ ഷെയർ അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും. ജനുവരി 19 നിങ്ങളുടെ DP അക്കൗണ്ടിൽ ഈ ഷെയർ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾ ക്വാളിഫൈഡ് ആവുന്നുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം കൂടി, എംപ്ലോയീസ്, ഈ കമ്പനിയുടെ എംപ്ലോയീസിന് ഒരു ഓഹരിയിൽ 21 രൂപയുടെ ഡിസ്കൗണ്ടും ലഭിക്കുന്നതാണ് അപ്ലൈ ചെയ്യുന്ന സമയത്ത്. ഇനി നമുക്ക് ഇഷ്യൂ ഡീറ്റെയിൽസ് ഒറ്റ നോട്ടത്തിൽ ഒന്ന് പരിശോധിക്കാം. ജനുവരി 27 ഇഷ്യൂ ഓപ്പൺ ചെയ്യുന്നത്, ജനുവരി 31 അവസാനിക്കും. അപ്പോൾ ജനുവരി 31 അവസാനിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, തൊട്ടടുത്ത ദിവസം ഫെബ്രുവരി 1 കേന്ദ്ര ബജറ്റ് സാധാരണ നിലയിൽ വരുന്നത്. അപ്പോൾ കേന്ദ്ര ബജറ്റിന് തൊട്ട് മുമ്പാണ് ഈ ഇഷ്യൂ ക്ലോസ് ചെയ്യുന്നതെന്നുള്ളത് വളരെ ഒരു പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. ഇതിൻ്റെ പ്രൈസ് ബാൻഡ് വരുന്നത് 218 രൂപ മുതൽ 230 രൂപ വരെയാണ്. അപ്പോൾ ഒരു ഓഹരിയുടെ ഫേസ് വാല്യൂ 1 രൂപയാണ്. അപ്പോൾ പ്രൈസ് ബാൻഡ് വരുന്നത് 218, 230. അപ്പോൾ 230 രൂപയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് പ്രത്യേകം എടുത്തു പറയുകയാണ്. 3600 കോടി രൂപയുടെ ഇഷ്യൂ ആണ്. എല്ലാം തന്നെ ഫ്രഷ് ഇഷ്യൂ ആണ്. ഓഫർ ഫോർ സെയിൽ ഒന്നുമില്ല. അപ്പോൾ 3600 കോടി രൂപയും ഇതിൻ്റെ ഇഷ്യൂ സൈസാണെന്ന് നമുക്ക് പറയാം. ഒരു റീറ്റെയിലർക്ക് മാക്സിമം അപ്ലൈ ചെയ്യാവുന്നത് 13 ലോട്ട് വരെയാണ്. അപ്പോൾ ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ 65 ഓഹരികളാണ്. അങ്ങനെ 13 ലോട്ട് വരെയാണ് ഒരു റീറ്റെയിലർക്ക് അപ്ലൈ ചെയ്യാവുന്നത്. 35% ഓഹരികളും റീറ്റെയിലേഴ്സിനാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ റീറ്റെയിലേഴ്സിൻ്റെ പങ്ക് 35% ഉണ്ടെന്നുള്ളത് പ്രത്യേകം ഓർക്കുക. അപ്പോൾ കിട്ടാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് വരുന്നത് ഫെബ്രുവരി 3 കിട്ടാത്തവർക്ക് റീഫണ്ട് കിട്ടുന്നത് ഫെബ്രുവരി 4 കിട്ടിയവർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് ഫെബ്രുവരി 7 ലിസ്റ്റ് ചെയ്യുന്നത് 8 എന്നാണ് ഇപ്പോഴത്തെ കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ. ഇത് അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളിൽ പലർക്കും സംശയം ഉണ്ടായിരിക്കും. എന്തായാലും തന്നെ ഒരു ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ് FMCG ഗ്രൂപ്പിൽ പെടുന്നതാണ്. അത് എന്തായാലും ഈ കോവിഡ് കാലത്ത് പോലും മുന്നിട്ട് നിന്നിരുന്ന വളരെയധികം തകർച്ചയൊന്നും നേരിടാതെ നിന്ന ഒരു ഗ്രൂപ്പാണെന്നുള്ള പ്രത്യേകം അറിയണം. പിന്നെ ഒരു കിച്ചൺ കമ്മോഡിറ്റീസ് എന്നുള്ള നിലയിൽ കമ്പനിക്ക് വളരെയധികം ഒരു താഴ്ചയൊന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ല. പിന്നെ അദാനി ഗ്രൂപ്പിൻ്റേതായിട്ടുള്ളൊരു കമ്പനിയാണ് ഇത് എന്നുള്ളതും എല്ലാം കൊണ്ടും തന്നെ നോക്കുകയാണെങ്കിൽ ലോങ് ടൈമിലേക്കും വളരെ നല്ലതാണ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഓൺലൈനായിട്ടെന്ന് അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ആ പുതിയ നിക്ഷേപകരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്, അത് കണ്ടാൽ മതിയാവും. അപ്പോൾ ഫ്രണ്ട്സ്, അദാനി ഗ്രൂപ്പിൽ നിന്നുള്ള ഏറ്റവും പുതിയ IPOയുടെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ. കമൻറ്റുകൾ ഇടാനും മറക്കരുത്. ഏറ്റവും പുതിയ മറ്റൊരു IPO വിശേഷവുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഉടൻ തന്നെ എത്തുന്നതാണ്. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.